ഓക്കെ, അപ്പൊ നമ്മളിതാ തുടങ്ങാൻ പോവാണ്. ആദ്യം തന്നെ ഇത് റെഡ് കാർപ്പറ്റ് സ്ത്രീകളുടെ വേദിയാണല്ലോ. അപ്പൊ നമുക്ക് ഐശ്വര്യ അടുത്ത് തന്നെ ആദ്യം ഐശ്വര്യമായിട്ട് അങ്ങ് ചോദ്യങ്ങൾ ചോദിക്കാം. വേറെ ഒന്നുമല്ല, സിമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ എനിക്ക് അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ടാണ്. അതായത് ഈ അനൂപ് എന്ന് പറയുന്ന ഒരു ആക്ടർ, നമ്മളെല്ലാവരും കാണുന്ന ഭയങ്കര നല്ലൊരു ആക്ടർ ഉണ്ടല്ലോ, ആ ആക്ടറിനെയാണോ അതെയോ ആങ്കർ, ഒരുപാട് സംസാരിക്കുന്ന, ചളിയടിക്കുന്ന, തമാശകൾ പറയുന്ന ആങ്കറിനെയാണോ, അത് വീട്ടിലൊന്നും ചെയ്യാതെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന മടിയനായ അനൂപേട്ടനെയാണോ ഐശ്വര്യക്ക് കൂടുതൽ ഇഷ്ടം? അനൂപേട്ടനില്ല, നമ്മളേട്ടനില്ല, അനൂപിനെയാണോ കൂടുതൽ ഇഷ്ടം? അനൂപിനെ. ആ, അനൂപിനെയാണ് ഇഷ്ടം. അതായത് പണിക്കൊന്നും പോവാതെ വീട്ടിൽ തന്നെ ഇരിക്കണം, അതാണ് കുട്ടിയുടെ ആഗ്രഹം. അപ്പൊ അതിനെന്തെങ്കിലും കാരണം? അതായത് ഈ 3 മേഖലയിലും അല്ലാത്ത ഒരു സ്വഭാവം ആ സമയത്ത് അനൂപിനുണ്ടോ? ആക്ടർ എന്ന് പറയുമ്പോ അഭിനയല്ലേ, അപ്പൊ അങ്ങനെ. പിന്നെ ഓൺ സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുവാണെങ്കിൽ എന്താ പറയാ, സ്ക്രീൻ പ്രസൻസ് ലൈക്ക് ക്യാമറയുടെ മുന്നിലാണ് ഫുൾ ടൈം. പക്ഷെ നെക്സ്റ്റ് വേർഷൻ ഓഫ് അനൂപാണ്. ഈ ഡോക്ടർ ആയതുകൊണ്ട് ഐശ്വര്യ എങ്ങനെയാണ് വീട്ടിൽ, അതായത് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം, എക്സസൈസ് ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ടോ? അതവിടെ ഇവിടെ എല്ലാം അത് സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ട്, അത് പോട്ടെ. പക്ഷെ ഒരു ഡോക്ടേഴ്സ് എപ്പോഴും പറയുമല്ലോ നമ്മുടെ ഹെൽത്ത് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ അനൂപ് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം, അത് സ്കിപ്പ് ചെയ്യരുത്, ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുത്, വൈറ്റമിൻ ഇ ടാബ്ലറ്റ് കഴിക്കണം ഫോർ അങ്ങനെയൊക്കെ ഉണ്ടോ? അതൊന്നല്ല. അതായത് ഇവള് ആക്ച്വലി ഭയങ്കര നീറ്റാണ്. അതായത് അടുക്കും ചിട്ടയെന്നൊക്കെ പറയില്ലേ, ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് എന്റെ കാര്യങ്ങളായിട്ട്. ഞാൻ ഇതെല്ലാം അങ്ങനെയും വലിച്ചു വാരിയിട്ട്, അല്ലെങ്കിൽ എനിക്കത് എടുക്കാൻ കിട്ടില്ല ചിലപ്പോൾ. അവിടെ ഇവിടെയൊക്കെ ഇട്ടാൽ മാത്രമേ എനിക്കത് പെറുക്കി കൂട്ടി എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇവളെങ്ങനെ പറഞ്ഞാൽ ഓക്കെ, ബുക്സ് ഇവിടെ, മൊബൈൽ ഇവിടെ, ചാർജർ ഇവിടെ, ബാഗ് അപ്പുറത്ത്, ഷൂ മറ്റേ ഇതിനുള്ളിൽ പോയിരിക്കും, റാക്കിന്റെ ഉള്ളിൽ പോയിട്ട് നമ്മൾ തപ്പണം. അതെ, അങ്ങനെയൊക്കെയാണ് ഇവള്. ആ ഒരു ഇത് തന്നെയുള്ളൂ. പക്ഷെ എന്താണോ ഞാൻ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഈ എന്തിനാ സ്പെഷ്യലൈസ് ചെയ്തിരിക്കണേ? ഞാൻ ആയുർവേദമാണ്. ഫൈനൽ ഇയർ ആണ് ഇപ്പൊ MD ചെയ്തോണ്ടിരിക്കണേ. ഇപ്പൊ ഞാൻ ഫാർമസി ആൻഡ് റിസർച്ച്. ഞാൻ പറയാം RSBK. അതെന്താ ചോദിക്കൂ? RSBK എന്താണ്? രസശാസ്ത്ര ഏവം വൈശിഷ്ട്യ കൽപ്പന. എന്നോട് ഫസ്റ്റ് ലൈക്ക് കമ്മിറ്റ് ആവുന്ന ടൈമിൽ ചോദിച്ചിരുന്നു എന്തിലാണ് MD ചെയ്യുന്നത്. അപ്പൊ ലൈക്ക് നമ്മള് സ്വാഭാവികം നമ്മുടെ ആയുർവേദത്തിന്റെ ഇതാണല്ലോ പറയാ. അപ്പൊ യൂഷ്വലി ഇത് കേട്ട് പരിചയമില്ല. അപ്പൊ ഞാൻ RSBK ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇൻ കേസ് എവിടെയെങ്കിലും പോകുമ്പോ ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ അങ്ങനെ പറഞ്ഞാലും മതി. പഠിക്കാൻ എത്ര ദിവസം എടുത്തു? ഒരു കൊല്ലം. നിങ്ങള് ശരിക്കും നിങ്ങളെ എവിടെ വെച്ചിട്ടാണ് കണ്ടുമുട്ടിയത്? നിങ്ങൾ ഒരേ നാടാണോ? ഒരേ നാടല്ല, ഒരേ നാട് പറഞ്ഞാൽ ഞങ്ങൾ ഒരേ ജില്ലക്കാരാണ്. ജില്ലയാണ് ഒന്ന്. അതെ, പക്ഷെ കണ്ടുമുട്ടണതൊക്കെ ട്രിവാൻഡ്രത്ത് വെച്ചിട്ട് എൻ്റെ ഒരു ചേട്ടനുണ്ട്, സണ്ണി ചേട്ടൻ. ചെറിയൊരു പുള്ളിയുടെ ആയുർവേദിക് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ട്രിവാൻഡ്രത്ത് പുള്ളി വന്നിരുന്നു. അപ്പൊ ആ സമയത്ത് ഒരു ദിവസത്തേക്ക് വേണ്ടി വന്നപ്പോൾ അവിടെ ആ ഹോസ്പിറ്റലിൽ ലൈക്ക് ആ ഒരു 1 month പീരീഡിൽ നമുക്ക് ഇന്റേൺഷിപ്പ് പീരീഡ് ആയിരുന്നു. അതില് ഞാൻ അവിടെ ട്രിവാൻഡ്രത്ത് ഇവിടെ വർക്ക് ചെയ്യായിരുന്നു ജൂനിയർ ഡോക്ടറായിട്ട്. അപ്പൊ അനൂപ് അവിടെ, അപ്പൊ അനൂപ് എന്തിനാ വന്ന് പിഴിയാൻ എന്തിനാ വന്നത്? ഞാനവിടെ സണ്ണി ചേട്ടനെ കാണാൻ വേണ്ടി വന്നതാണ്. അതിനുശേഷം സണ്ണിച്ചേട്ടൻ ഒറ്റ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ല. അതെ, ടെൻഷനായി. ഒരാൾ സണ്ണിച്ചേട്ടനെ കാണാൻ പോയി, ഒരാൾ ഇന്റേൺഷിപ്പിൽ പോയി, രണ്ടുപേരും. പക്ഷെ അപ്പൊ എത്ര ദിവസം ഉണ്ടായിരുന്നു നിങ്ങൾ ഒരുമിച്ച്? അല്ല, അതിനുശേഷമാണ് പിന്നെ ഒരു 1.5 വർഷം, 1 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ സംസാരിക്കാനും അല്ലെങ്കിൽ കോണ്ടാക്ട് ഒക്കെ വന്നു തുടങ്ങിയത്. പിന്നെ അതൊരു 2 വർഷം എടുത്തു. പാൻഡമിക് സിറ്റുവേഷനിലാണല്ലോ നിങ്ങളുടെ ഈ കല്യാണം തന്നെ നടന്നത്. സോ കല്യാണത്തിനെ കുറിച്ചിട്ട് നമ്മുടെ കല്യാണം ഇങ്ങനെയായിരിക്കണം, ഇന്ന സ്ഥലത്തായിരിക്കണം, അങ്ങനെയൊക്കെ കുറേ പ്രതീക്ഷകൾ, കുറേ ആൾക്കാരെ വിളിക്കണം, ആ സദ്യ, മറ്റേ പായസം, അങ്ങനെയൊക്കെ നമ്മൾ ചിലപ്പം വിചാരിക്കുമല്ലോ. പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ആയിപ്പോയി. നിങ്ങൾ എങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്തത്? പറഞ്ഞോളൂ. ആ കുട്ടിയാണ് മാനേജ് ചെയ്തത്. എനിക്ക് എന്റെ ഒരു കൺസെപ്റ്റ് ഉണ്ട് മാരേജ് എന്ന് പറയുമ്പോൾ. അപ്പൊ അതെന്തായാലും ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്തൊക്കെയായിരുന്നു അത്? ട്രഡീഷണൽ ആയിട്ടുള്ള കുറെ ചടങ്ങുകൾ ഇതിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ എല്ലാ ഫാമിലിയും ഒരുമിച്ച് കൂടിയിട്ട് കുറെ ആൾക്കാർ, സുഹൃത്തുക്കൾ എല്ലാവരും കൂടിയിട്ടുള്ള കൈൻഡ് ഓഫ് ഗെറ്റ് ടുഗദർ എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തു. നമ്മൾ വരുന്ന ആൾക്കാർക്കൊക്കെ നമ്മളൊരു സമ്മാനം പോലെ എന്തെങ്കിലും സ്വീറ്റ്സ് പോലെ കൊടുക്കുക, അങ്ങനത്തെ ഒക്കെ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തു. അപ്പോഴാണ് നമ്മുടെ വില്ലൻ കൊറോണ അവതരിച്ച് വീണ്ടും ഭയങ്കരമായിട്ട് റെസ്ട്രിക്ഷൻസ് ഒക്കെ വന്നത്. പക്ഷെ എന്നിട്ട് പോലും ഞങ്ങൾ ആ ഒരു ടൈമൊക്കെ മാനേജ് ചെയ്തിട്ട് കൊടുത്തു. ഈ അനൂപ് എന്ന് പറയുന്ന ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരാളെയാണ് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു അല്ലെങ്കിൽ പോകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഫ്രണ്ട്സ് ഒക്കെ എന്താ പറഞ്ഞത്? ബിക്കോസ് അവരൊക്കെ ചിലപ്പോൾ സീരിയലോ ആ ഷോ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അവരുടെ ഒരു റെസ്പോൺസ് എന്തായിരുന്നു? അവരുടെ റെസ്പോൺസ് എന്റെ ക്ലോസ് ബെസ്റ്റ് ഫ്രണ്ട് ആണ് അഞ്ജു. അപ്പോ അവളടക്കം അവളെ എന്റെ കൂടെ ഉണ്ടായിരുന്നു ആക്ച്വലി ഹൗസ് ഏജൻസി ടൈമിൽ. അവളുടെ ഏക വിഷമം അതായിരുന്നു, നിന്നെ കണ്ടു എന്നെ മാത്രം എന്തേ കണ്ടില്ല എന്നായിരുന്നു അവളുടെ ചോദ്യം. ഇന്നലെ വരെ ചോദിച്ചിരുന്നു.
ശേ കഷ്ടം അഞ്ജു, എന്താ ചെയ്യാ, ഓരോരോ വിധി അല്ലെ, വിധിയെ തടുക്കാനാവില്ല അഞ്ജു എന്ന് പറയുന്ന പോലെ. അച്ഛനും അമ്മയ്ക്ക് എന്താ പറഞ്ഞത്? അച്ഛനും അമ്മയ്ക്കും തീരെ അങ്ങനത്തെ അഭിപ്രായമൊന്നുമില്ല. അൾട്ടിമേറ്റ് ഡിസിഷൻ പപ്പയുടെ ആയിരുന്നു, എന്റെ അല്ലാന്ന് ഞാൻ വേണമെങ്കിൽ പറയാം. ഓ അത് ശരി. അപ്പൊ ഈ അതായത് അച്ഛനെ അനൂപ് പോയി മീറ്റ് ചെയ്യുക, സംസാരിക്കുക, ഒന്നുമില്ല. അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഫോണിൽ വിളിക്കുക. അച്ഛനെ വളച്ച് അല്ല ഒന്നുമില്ല, ഞങ്ങള് കാഷ്വലി ഇപ്പൊ ഈ സംസാരിക്കുന്ന പോലെ തന്നെ പപ്പനെ വിളിച്ച് വൈകുന്നേരം ആദ്യം അമ്മേനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവള് വീട്ടിലാണല്ലോ, അപ്പൊ അമ്മേനെ സംബന്ധിച്ച് അമ്മ കിടന്നിട്ട് വിറക്കിയത് അത് ആളെല്ലാന്നൊക്കെ വെച്ചിട്ട് ഞാൻ ഇന്ന ആളെന്നെയാണ് പറഞ്ഞു. ആ ഓക്കെ, അത് നന്ദേട്ടൻ പറഞ്ഞിട്ട് നമുക്ക് പറയാട്ടോ പറഞ്ഞോട്, നന്ദേട്ടനോട് പറഞ്ഞ് സംസാരിച്ചതിന് ശേഷം പറയാട്ടോ പറഞ്ഞു. അപ്പം ഞാൻ കുഴപ്പമില്ല, ഞാൻ വിളിച്ചോളാം പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പപ്പേനെ വിളിച്ചു, അപ്പം തന്നെ വിളിച്ചു. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. അതായത് നമ്മളൊരു ഫോർമൽ അല്ലാത്ത രീതിയിൽ അങ്ങോട്ടും സംസാരിച്ചു, അതേപോലെ തന്നെ ഇങ്ങോട്ടും പുള്ളി സംസാരിച്ചു. അപ്പോൾ രണ്ടുപേർക്കും അങ്ങനെ ഇതായി. പിന്നെ തീരുമാനം ഞാൻ പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ ഓക്കെ പറഞ്ഞു.